തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ BJP ജയിച്ച 50 സീറ്റുകളിൽ 41 സീറ്റുകളിൽ 1000-ൽ താഴെ വോട്ട് മാത്രമേ കോൺഗ്രസിന് ലഭിച്ചുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ്സാണ് താലത്തിലെടുത്ത് BJPയെ തിരുവനന്തപുരത്ത് അധികാരത്തിലെത്തിച്ചത് എന്നാണ് ഇടത് പ്രൊഫൈലുകളുടെ വ്യാപകമായ പ്രചരണം. ദേശാഭിമാനിയും കൈരളിയും പോലെയുള്ള മാധ്യമങ്ങളും അത്തരത്തിലുള്ള കണക്കുകളുമായി രംഗത്ത് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ തോൽവിയെ അങ്ങനെ UDFൻ്റെ തലയിൽ കെട്ടിവെച്ച് ആശ്വാസം കൊള്ളാവുന്ന തരത്തിലുള്ള ഒന്നായി കണക്കാക്കാവുന്നതാണോ? അല്ല. തിരുവനന്തപുരത്ത് BJP ജയിച്ച പല സീറ്റുകളിലും കഴിഞ്ഞ 2015-ലും 2020-ലും കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. 2020-ൽ പലയിടങ്ങളിലും ദയനീയമായി 3-ാം സ്ഥാനത്തായിരുന്നു. അവിടെ നിന്ന് കോൺഗ്രസിൻ്റെ ഒരു റിക്കവറി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നുണ്ട്. എല്ലായിടത്തും കഴിഞ്ഞ തവണത്തേത് കൂടി എടുത്തു വച്ചിട്ട് വേണം ഈ കണക്ക് താരതമ്യം ചെയ്യേണ്ടത്. എല്ലായിടത്തും കോൺഗ്രസ് വോട്ട് വർദ്ധിപ്പിച്ചു. ഒരിടത്തും കോൺഗ്രസിൻ്റെ വോട്ട് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിൽ നിന്ന്, അതായത് BJP ജയിച്ച ഇടങ്ങളിൽ അതിൽ നിന്ന് താഴേക്ക് പോയിട്ടില്ല. ഇപ്പോൾ ഇവർ ഈ ഉദാഹരണം പറയുന്നതിനകത്ത് മണ്ണന്തല വാർഡ് ഉപയോഗിക്കുന്നുണ്ട്. മണ്ണന്തലയിൽ BJP ജയിച്ചു. അത് UDFൻ്റെ സിറ്റിംഗ് വാർഡായിരുന്നു. ആ മണ്ണന്തലയിൽ UDFന് ഒരു റിബൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആ കണക്ക് കൂടി ചേർക്കണം അതിനകത്ത്. അത് ചേർക്കുന്നില്ല. അങ്ങനെയാണ് ഈ 1000-ൽ താഴെ വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ UDF 3-ാം സ്ഥാനത്തേക്ക് പോയത് കൊണ്ടല്ല BJP ജയിച്ചത്. BJP ആ മേഖലകളിലൊക്കെ സ്വാധീനം ഉറപ്പിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ ജയിച്ചത്. LDFനോട് ജനങ്ങൾക്ക് വിരോധമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ ജയിച്ചത്. BJPയെ സംബന്ധിച്ചിടത്തോളം 2015-ൽ അവർ 35-ൽ ജയിച്ചു, 2020-ൽ 35-ൽ ജയിച്ചു. അപ്പോൾ 2015-ൽ ജയിച്ച 35 സീറ്റുകളിൽ 11 സീറ്റുകൾ അവർക്ക് 2020 എത്തിയപ്പോൾ നഷ്ടപ്പെട്ടു. പുതുതായി 11 സീറ്റുകൾ അവർ പിടിച്ചെടുത്തു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ ഈ 2015-ഉം 2020-ഉം കൊണ്ട് തന്നെ 46 സീറ്റുകൾ ജയിക്കാവുന്നതാണ് എന്ന് BJP നമുക്ക് തെളിയിച്ചു തന്നതാണ്. അപ്പോൾ 46 സീറ്റുകൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ വച്ചിട്ടാണ് BJP പ്രവർത്തനം നടത്തുന്നത്. അവിടെയാണ് ചില വാർഡുകൾ മാറ്റി പുതിയതായി കുറേ വാർഡുകൾ കൊണ്ടുവന്നു. BJP പക്ഷേ അവിടെയും അവരുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവന്നു. CPM കരുതിയത് അവിടെയൊക്കെ നമ്മൾ ഈസിയായി ജയിച്ചുകൊള്ളും എന്നാണ്. അപ്പോൾ 46-ൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റുമായി കളത്തിലിറങ്ങിയ BJPയെ നേരിടാൻ CPM അവരുടെ ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിടത്താണ് പ്രശ്നം. അല്ലാതെ UDF 3-ാം സ്ഥാനത്തായതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റുപോയതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. UDF തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ്റെ കാര്യത്തിൽ 3-ാം സ്ഥാനത്താണ്. 2015-ലും 3-ാം സ്ഥാനത്തായിരുന്നു, 2020-ലും 3-ാം സ്ഥാനത്താണ്, 2025-ലും 3-ാം സ്ഥാനത്താണ്. അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ നിയമസഭാ മണ്ഡലത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ ശക്തി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ UDFന് വോട്ട് ബാങ്ക് ഉറപ്പുള്ള സ്ഥലങ്ങൾ വളരെ ചുരുക്കമാണ്. ആ ഇടങ്ങളിൽ അവർ രണ്ടാമതെത്തുകയും ചെയ്തു. ഇപ്പോൾ കാലടിയിൽ 2-ാം സ്ഥാനത്ത് വന്നില്ലേ? മണ്ഡലത്തിൽ വാർഡിൽ 2-ാം സ്ഥാനത്ത് വന്നില്ലേ? തിരുവല്ലത്ത് നേരിയ വോട്ടിനല്ലേ അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥി BJPയോട് പരാജയപ്പെട്ടത്? അതൊക്കെ എന്തുകൊണ്ട് നമ്മൾ പറയുന്നില്ല? ഇപ്പോൾ ഈ കഴക്കൂട്ടത്ത് തന്നെ ചന്തവിള വാർഡിൽ 2 വോട്ടിനാണ് പരാജയപ്പെട്ടത് BJP സ്ഥാനാർത്ഥിയോട്. അപ്പോൾ UDF BJPയോടും പൊരുതാവുന്ന ഇടങ്ങളിൽ. ഇപ്പോൾ നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ വോട്ട് ബേസിൽ, സംഘടനാ ബേസിലൊക്കെ വലിയ പാകപ്പിഴകൾ സംഭവിച്ചിരിക്കുന്ന ഒരിടമാണ്. അത് റിക്കവർ ചെയ്ത് വരുന്നു എന്ന സൂചന നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ ഉണ്ടായത്. അതുകൊണ്ടാണ് പറഞ്ഞത് കോൺഗ്രസിനെ വല്ലാണ്ട് അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു CPM. കോൺഗ്രസ്സുകാർ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളൂ എന്നുള്ളത്. പക്ഷേ CPMുമായി നേരിട്ട് ഏറ്റുമുട്ടിയ ഇടങ്ങളിൽ UDF വലിയ നേട്ടമുണ്ടാക്കി. ഇപ്പോൾ കിണവൂർ, മുട്ടട, കുടപ്പനക്കുന്ന്, പാളയം, നന്ദൻകോട്, പൂന്തുറ, വലിയതുറ, അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റുകളിൽ അതിശക്തമായ സാന്നിധ്യമായി അവരോട് നേരിട്ട് ഏറ്റുമുട്ടി വിജയിക്കാൻ തരത്തിൽ UDF പ്രാപ്തമായിരിക്കുന്നു എന്ന് ബോധ്യപ്പെടാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഉണ്ടായില്ല. കഴക്കൂട്ടത്ത് പോലും ശ്രീകാര്യം വാർഡ് അത് പിടിച്ചെടുക്കുന്നത് ഇടതുപക്ഷത്തിൽ നിന്നാണ്. ചെമ്പഴന്തി വാർഡ് പിടിച്ചെടുക്കുന്നത് BJPയിൽ നിന്നാണ്. അപ്പോൾ UDFും അവരുടെ കരുത്ത് കൃത്യമായി കാട്ടാൻ ഒരുങ്ങിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയത് എന്നുള്ളത് ആദ്യഘട്ടം മുതൽ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും UDFനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയായിരുന്നു. കുഴപ്പമൊന്നുമില്ല എന്ന് കരുതിയെടുത്താണ് ആളുകൾ എന്തായാലും ഞങ്ങൾ വോട്ട് ചെയ്തുകൊള്ളും എന്നുള്ള ഒരു മനോഭാവത്തിൻ്റെ
അടിസ്ഥാനത്തിൽ ഇപ്പോൾ വട്ടിയൂർക്കാവിലെ എം.എൽ.എ. വി കെ പ്രശാന്തൊക്കെ 24 മണിക്കൂറും പ്രചരണ രംഗത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുള്ള 25 വാർഡുകളിൽ. ഇപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 12 വാർഡുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ 4 ചുരുങ്ങി. അതാണ് ആ പ്രവർത്തനത്തിൻ്റെ ഗുണം. അദ്ദേഹം താമസിക്കുന്ന വാർഡ്, കോടിയേരി ബാലകൃഷ്ണൻ്റെ വീടൊക്കെ ഇരിക്കുന്ന വാർഡ്, കഴിഞ്ഞ തവണ 199 വോട്ടിന് തോറ്റ വാർഡാണ്. ആ 2 വാർഡുകൾ ഒന്നിച്ച് ചേർത്ത് പുതുതായി ഉണ്ടാക്കിയ സ്ഥലത്ത് 1277 വോട്ടിനാണ് BJP സ്ഥാനാർത്ഥി ജയിച്ചത്. ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം, ആ വാർഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. അപ്പോൾ അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ചില സ്വാധീനങ്ങൾക്ക് വഴങ്ങി MLA അടക്കമുള്ളവർ പ്രവർത്തിച്ചു എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. അതിൻ്റെ പ്രതിഫലനം വളരെ കൃത്യമായി അവിടെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇവർക്കൊരു ധാരണയായിരുന്നു, നമ്മളിങ്ങനെ ഗീർവാണം അടിച്ചു നടന്നാൽ നമുക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് കരുതിയ സാഹചര്യത്തിൽ നിന്ന് BJP അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരുന്ന വാർഡുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. കോൺഗ്രസ് അവർക്ക് CPM-മായി ഡയറക്റ്റ് ഏറ്റുമുട്ടാൻ കഴിയുന്ന ഇടങ്ങളിൽ അതിശക്തമായി പ്രവർത്തിച്ചു. അതാണ് കാര്യം. ഭരണവിരുദ്ധ വികാരത്തിനെ കൃത്യമായി മുതലെടുക്കാൻ ഇത്തവണ UDF സംവിധാനത്തിനും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞു എന്നാണ് ഈ 101 വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടന്ന 100 വാർഡുകളിലെയും തെരഞ്ഞെടുപ്പ് ഫലം അനലൈസ് ചെയ്താൽ ബോധ്യപ്പെടുന്ന കാര്യം. ഇപ്പോൾ കണ്ണമൂലയിൽ വിജയിച്ച സ്വതന്ത്രൻ രാധാകൃഷ്ണൻ, അവിടെ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വികാരം, അവിടെ ജയിക്കാനുള്ള സ്ഥാനാർത്ഥി രാധാകൃഷ്ണനാണ് എന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ടായതുകൊണ്ട് അവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് അവിടെ 2ാം സ്ഥാനത്തേക്ക് LDF-ന് എത്താൻ സാധിക്കുന്നത്. അപ്പോൾ 1ാം സ്ഥാനത്ത് നിന്നിരുന്നവർ 2ാം സ്ഥാനത്തേക്ക് പോകുന്നു. ഒരാൾ ജയിക്കാൻ സാധ്യതയുള്ള ഒരാൾ, അവിടെ തരംഗം ഉണ്ടാക്കുന്ന ഒരാൾ, സ്വാഭാവികമായി അയാളിലേക്ക് ആളുകളുടെ ചിന്താഗതി മാറുന്നു. LDF-ഉം UDF-ഉം നേരിട്ട് ഏറ്റുമുട്ടുന്ന ഇടങ്ങളിൽ അത് UDF-ന് അനുകൂലമായി മാറുന്നു. BJP കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി 1ാമതോ 2ാമതോ എത്തിയിട്ടുള്ള വാർഡുകളിൽ അത് BJP-ക്ക് അനുകൂലമായി മാറുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണത്. അതിനകത്ത് ഈ 41 വാർഡിൽ 1000-ൽ താഴെയാണ് വോട്ട്. 1000-ൽ താഴെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണ 200-ഉം 300-ഉം കിട്ടിയ വാർഡുകൾ ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് മാറിയില്ലേ? ആ കണക്ക് പരിശോധിച്ചാൽ തന്നെ വ്യക്തമല്ലേ? എല്ലായിടത്തും 900-ഉം 800-ഉം ഒക്കെ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അത് വലിയ മാറ്റമാണ്. ആ മാറ്റത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. UDF തിരുവനന്തപുരത്ത് അവരുടെ ബേസ് തിരിച്ചു പിടിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇതിലുണ്ട്. അല്ലാതെ BJP-യെ സഹായിക്കാൻ വേണ്ടി UDF 3ാം സ്ഥാനത്തേക്ക് ആയിക്കൊടുത്തു, UDF CPM-മായി ഏറ്റുമുട്ടുന്ന ഇടങ്ങളിൽ തോറ്റു കൊടുക്കണമായിരുന്നു എന്നുള്ള തരത്തിലാണ് ഈ വ്യാഖ്യാനം ഉണ്ടാകുന്നത്. അപ്പോൾ UDF-നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ള സത്യം അംഗീകരിക്കാനാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ഈ ഘട്ടത്തിൽ തയ്യാറാകേണ്ടത്. പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേകുകയാണ്.